Welcome back to my YouTube channel Sambar and Steps. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്കൊരു 10K ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്നാൽ നമ്മൾ അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ നമ്മൾ ഫ്രെഡോയിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചുവിന് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ശ്രീകുട്ടി പ്രതീക്ഷിക്കാണ്ട് ഒരു സർപ്രൈസായിട്ട് ഒരു കേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാണ്. ഈ സമയത്ത് ശ്രീകുട്ടന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ശ്രീകുട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവൻ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുക കേട്ടോ. കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ. അപ്പം അങ്ങനെ കൊടുക്കാനുള്ള അതിൻ്റെ തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൾ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഒരു കോഫി ബബിൾ ടീ അതും കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ഇരുന്ന് കഴിച്ചാൽ ഞാൻ പിന്നെ വേഗം ഓടി. എനിക്കത് നാളേക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് തീർത്താൽ സമാധാനം. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഇനി നമുക്ക് പോകാം. അച്ഛനും അമ്മയും ഞാനും കൂടി കേട്ടോ അങ്ങോട്ട് പോണത്. ഞാൻ ആ അമ്പലം കണ്ടപ്പോ അത് ഓരോരുത്തരുള്ള അമ്പലമായിരുന്നു. ഇത് നമ്മള് ബാക്കിൽ കൂടെ വന്നോ ഇല്ലേ? കിട്ടുന്നുണ്ട്. അച്ഛനും അമ്മയും വരണത് ഷിമയ്ക്ക് അറിയാട്ടോ. പക്ഷെ ഞാൻ വരണത് അറിയില്ല. പക്ഷെ അവിടെ ചീറ്റിൽ പോയി എൻ്റെ ഫോൺ ക്യാമറ ഓണാക്കിയത് കണ്ടത്ര അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിൽക്കുമ്പോൾ രസമില്ല. ശിവാനി ഇവിടെ തറവാട്ടില അങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് വാങ്ങും. തിന്നാൻ കഴിയില്ല. ശിവാനി വച്ചതാട്ടോ അതൊക്കെ. ശിവാനിന്റെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഷിമേൻ്റെ തറവാട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ പോണ വഴിക്ക് അവിടെ രണ്ടത്താണിന്ന് നായക്കുട്ടീനോ വയ്യ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഷിമേൻ്റെ ഒക്കെ തറവാടിൻ്റെ അടുത്തുള്ളൊരു വീടാണ്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ട് കയറിയതാട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയ കുഞ്ഞുവാവുണ്ട്. അപ്പോൾ അതിനെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു താമസമില്ലാത്തൊരു വീട് കണ്ടു കേട്ടോ.
ഒരു ഭാർഗവി നിലയം പോലെ ഉണ്ട്. ഷിമേൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമായിട്ടത് പരപ്പനങ്ങാടി കാളിക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഞാൻ പുറത്ത് ഒന്നിങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ, ഉള്ളിലേക്ക് ആ സമയം കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉത്സവത്തിനൊക്കെ എൻ്റെ ഒരു 1-2 കൊല്ലമൊക്കെ ഞാൻ ഉത്സവത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ആ ദിവസം ഷിമേൻ്റെ വീട്ടിൽ അവിടെ തറവാട്ടിൽ നമ്മൾ പോയില്ലേ, അവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ഉത്സവമാട്ടോ അന്ന്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ അന്ന് ഷിമേൻ്റെ വീട്ടിൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ തറവാട്ടിൽ. പിന്നെ ബന്ധുക്കാരും എല്ലാവരും വരും, അതിന് മക്കൾ, അങ്ങനെ എല്ലാവരും കൂടി നല്ല രസമാണ്. പിന്നെ ഒരു 5:30-6 മണിയൊക്കെ ആവുന്ന സമയത്ത് ശരത്തും അനഘയും ചെറുതും കൂടി വന്നു കേട്ടോ. അവർ കോയമ്പത്തൂർ പോയതായിരുന്നു. അപ്പം അങ്ങനെ അവർ എത്താൻ വൈകിട്ടുണ്ട്. അതിലിട്ടാ ക്ലിയർ ഉണ്ടാവില്ല. ഹാപ്പി ബർത്ത്ഡേ പറയ്. ഹാപ്പി ബർത്ത്ഡേ. അല്ല, ഇങ്ങോട്ട് പിടിച്ചിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് അറിയാതെ, പിറന്നാളാണെന്ന് അറിയാതെ നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുന്നത് നല്ലതെന്നല്ലേ പറയാം. അപ്പോൾ അങ്ങനെ പിറന്നാളാണെന്ന് അറിയാതെ വന്നിട്ടുണ്ട് നമ്മളെ സുബിയേട്ടൻ. ഷിമേൻ്റെ മോന് അച്ചു അവിടെ ഇല്ല. അപ്പോൾ അവനായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കാം കേട്ടോ. അച്ഛൻ്റെ NCCൻ്റെ യൂണിഫോം ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ ഇരുന്നു കേട്ടോ. കാരണം ഫുഡ് കഴിച്ചിട്ട് വേഗം ഇങ്ങോട്ട് തിരിച്ചു പോരാന്ന് വിചാരിച്ചു. ഈ കുട്ടി ഒറ്റയ്ക്കുള്ളൂ വീട്ടിൽ. അപ്പോൾ വേഗം വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വരുന്ന കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.